എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 10 ശ്ലോകം 22, 23, 24, 25, 26, 27, 28, 29, 30 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. രാവണ യുദ്ധത്തില് രാവണന്റെ ശരങ്ങളേറ്റ് ഭഗവാന്റെ ശരീരത്തിൽ അങ്ങനെ രക്തം പൊടിയണതായിട്ട് പറയും. അത്യന്തം മൂർച്ചയുള്ള ശരങ്ങൾ കൊണ്ട് ഭഗവാന്റെ ശരീരം മുറിപ്പെട്ടു. പിന്നെ അധികം വൈകാതെ ഭഗവാൻ രാവണ നിഗ്രഹം നടത്തുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. രാമസ്തമാഹ പുരുഷാദ പുരീഷ എന്ന കാന്താസമക്ഷമസദാപഹൃതാശ്വത്തെ ത്യക്തത്രപസ്യ ഫലമദ്യ ജുഗുപ്സിതസ്യ യച്ഛാമി കാലൈവ കർതു അലംഘ്യ വീര്യ. പുരുഷാദ പുരുഷ രാക്ഷസാഥമ ന അസമക്ഷം, ഞങ്ങളുടെ അസന്നിധാനത്തിൽ അസതാത്വയ അസത്തായ നിന്നാൽ കാന്ത അപഹൃത ഭാര്യ അപഹരിക്കപ്പെട്ടു. ശ്വവത് ശ്വാവിനെ പോലെ ത്യക്തത്രപസ്യ ത്യജിക്കപ്പെട്ട ലജ്ജയോടുകൂടിയവനും ജുഗുപ്സിതസ്യ നിന്ദിക്കപ്പെടുന്നവനുമായ തേ നിനക്കുള്ള ഫലത്തെ അദ്യ ഇപ്പോൾ അലംഘവീര്യ അതിക്രമിക്കാൻ കഴിയാത്ത വീര്യത്തോടുകൂടിയ അഹം ഞാൻ കർത്തു ഫലം കർത്താവിനുള്ള ഫലത്തെ കാലമെന്ന പോലെ യച്ഛാമി നൽകുന്നേൻ എന്ന് രാമൻ തം ആഹ അവനോട് പറഞ്ഞു. ഭഗവാൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് എല്ലാം കൂടി ആലോചിച്ചപ്പോ, എടാ രാക്ഷസാധമ, ഞങ്ങള് രണ്ടുപേരും ആശ്രമത്തിലില്ലാതെ ഇരിക്കണ സമയത്ത് വെറുമൊരു ശ്വാവിനെ പോലെ നീ എന്റെ ഭാര്യയെ അപഹരിച്ചു. അതിന് ഒരു ലജ്ജ ഉണ്ടായിരുന്നില്ല. നിന്ദ്യകർമ്മം ചെയ്ത നിനക്ക് കർമ്മം ചെയ്യുന്നവനുള്ള ഫലത്തെ കാലം നൽകുന്നത് പോലെ ആരാലും അതിക്രമിക്കപ്പെടുവാൻ കഴിയാത്ത പരാക്രമത്തോടു കൂടിയ ഞാൻ ഇപ്പൊ തന്നെ തരുന്നുണ്ട് നിനക്ക് അതിന്റെ ഫലം എന്ന് രാവണനോട് പറഞ്ഞു. ഏവം ക്ഷിപൻ ധനുഷി സന്ധിതമുത്സസർജ ബാണം സവജ്രമിവ തത്ഹൃദയം ബിഭേദ സോസൃഗ്വമൻ ദശമുഖേന്യപതത് വിമാനാൽ ഹാഹേതി ജൽപതി ജനേ സുകൃതി വരികൃത. ഏവം ക്ഷിപൻ ഇപ്രകാരം അധിക്ഷേപിക്കുന്നവനായിട്ട് രാമൻ ധനുഷിൽ സന്ധിതം ബാണം തൊടുത്ത ബാണത്തെ ഉത്സർജിച്ചു. വജ്രമെന്ന പോലെ തത്ഹൃദയം അവന്റെ ഹൃദയത്തെ ഭേദിച്ചു. അവൻ ദശമുഖൈ 10 മുഖങ്ങളിൽ കൂടി അസൃഗ്വമൻ രക്തം ഛർദിച്ചുകൊണ്ട് ജനം ഹാ ഹാ ഇതി ജൽപതി ഹാ ഹാ എന്ന് പറയുന്ന സമയത്ത് രിക്ത സുകൃതി ഇവ ക്ഷീണപുണ്യനായ സുകൃതി എന്ന പോലെ വിമാനത്തിൽ നിന്ന് അന്യപ്പത്തൽ നിപതിച്ചു. ശ്രീരാമൻ ഇങ്ങനെ അധിക്ഷേപങ്ങൾ വാക്കിങ്ങനെ ചൊരിഞ്ഞുകൊണ്ട് വില്ലിൽ തൊടുത്തിരിക്കുന്ന ആ ബാണത്തെ രാവണന്റെ നേർക്കങ്ങട് വിട്ടു. ആ ബാണം വജ്രായുധം എന്ന പോലെ രാവണന്റെ ഹൃദയത്തെ ഇങ്ങോട്ട് പിളർന്നു. 10 മുഖങ്ങളിൽ കൂടി രക്തമൊഴുകി തുടങ്ങി. ജനങ്ങള് ഹാഹാകാരം പുറപ്പെടുവിക്കുന്ന മധ്യത്തില് ആ സമയത്ത് പുണ്യക്ഷയത്തില് സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്തിലേക്ക് വീഴുന്ന സുകൃതിയെ പോലെ രാവണൻ വിമാനത്തിൽ നിന്ന് താഴെ വീണു. അങ്ങനെ ഹൃദയം പിളർന്ന് രാവണൻ ആ പുഷ്പവിമാനത്തിൽ നിന്ന് അങ്ങോട്ട് വീണു. തതോ നിഷ്ക്രമ്യ ലങ്കായ യാതുധാന്യ സഹസ്രശ മണ്ഡോദര്യാസമം തസ്മിൻ പ്രരുദത്യ ഉപാദ്രവൻ. തഥാ അനന്തരം മണ്ഡോദരിയോടുകൂടി യാതുധാനികൾ സഹസ്രശ അനേകം പേര് പ്രരുദത്യ ഉച്ചത്തിൽ കരയുന്നവരായിട്ട് ലങ്കയിൽ നിന്ന് നിഷ്ക്രമ്യ പുറപ്പെട്ട് തസ്മിൻ ആ സ്ഥാനത്തിൽ ഉപാദ്രവൻ ആഗമിച്ചു. അത് പിന്നെ രാവണന്റെ പത്നിയായ മണ്ഡോദരിയോടുകൂടി അനേകം രാക്ഷസ സ്ത്രീകള് അത്യുച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ലങ്കയിൽ നിന്ന്
പുറത്തേക്ക് പുറപ്പെട്ടു. ആ രാവണൻ വീണ് കിടക്കണ യുദ്ധകളത്തിൽ ചെന്ന് രാവണന്റെ ചുറ്റും ഇരുന്ന് അവര് അലമുറയിട്ട് കരയുക. സ്വാൻ സ്വാൻ ബന്ധൂൻ പരിഷ്യജ്യ ലക്ഷ്മണേഷുഭിരർദ്ദിതാൻ രുരുദു സുസ്വരം ദീന ഘ്നന്ത്യാത്മാനമാത്മന. ലക്ഷ്മണേഷുഭി ലക്ഷ്മണ ബാണങ്ങളാൽ അർദ്ദിതാൻ ഹനിക്കപ്പെട്ടിരിക്കുന്ന സ്വാൻ സ്വാൻ ബന്ധുൻ അവരവരുടെ ബന്ധുക്കളെ പരിഷ്യജ്യ ആലിംഗനം ചെയ്തിട്ട് ആത്മന സ്വന്തം കൈകളെ കൊണ്ട് ആത്മാനം തന്നെ ഘനന്ത്യ ഹനിക്കുന്നവരായി ദീനകളായി സുസ്വരം രുരുതു ഉച്ചത്തിൽ കരഞ്ഞു. അവര് ലക്ഷ്മണന്റെ ബാണങ്ങളേറ്റ് മരിച്ചു കിടക്കുന്ന അവരവരുടെ ഭർത്താക്കന്മാരായ ആ വീരപുരുഷന്മാരെ രാക്ഷസികള് അങ്ങനെ ആലിംഗനം ചെയ്ത് ഉറക്കെ അവരവരുടെ മാറത്തടിച്ചിങ്ങനെ കരയാൻ തുടങ്ങി. ആ പരമ ദുഃഖം അവരുടെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ വിലപിക്കുന്നുണ്ട് അവര്. ഹാഹദാസ്മ വയം നാഥ ലോകരാവണ രാവണ കം യായാശരണം ലങ്കാ തദ്വിഹീന പരാർദിത. ലോകരാവണ രാവണ, ലോകത്തെ കരയിക്കുന്ന രാവണ, നാഥ ഹേ രക്ഷിതാവേ, വയം ഞങ്ങൾ, ഹാഹദാസ്മ ഹനിക്കപ്പെട്ടു, കഷ്ടം, തദ്വിഹീന അങ്ങയോടുകൂടാതെ ഇരിക്കുന്നതും, പരാർദ്ധിതാം ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടതുമായ ലങ്കാപുരി, കം ആരെ ശരണം ശരണം പ്രാപിക്കും. ലോകത്തിലുള്ള വീരപുരുഷന്മാരെ എല്ലാം കരയിക്കുന്ന രാവണ, അത്രയും വീരനായിരുന്നല്ലോ രാവണൻ. ഹേ നാഥ, അങ്ങയുടെ മരണം നിമിത്തം ഞങ്ങളെല്ലാവരും മരിച്ചതിന് തുല്യങ്ങളായി എന്നാണ് അവര് പറയുന്നത്. എത്ര മഹാകഷ്ടം ഞങ്ങൾക്ക് നേരിട്ടു. അങ്ങാകുന്ന രക്ഷകനോട് കൂടാതെയും ഇനി ആരാണ് ഞങ്ങൾക്ക് രക്ഷകൻ? അങ്ങായിരുന്നല്ലോ ഞങ്ങളുടെ രക്ഷക. അവര് പറയണം, ഇനിതാ ശത്രുക്കള് ഞങ്ങളെ ഉപദ്രവിക്കും. ഇനി ഈ ലങ്കാപുരി ആരെ ശരണം പ്രാപിക്കും? ആരാണ് ഇനി ഞങ്ങൾക്കൊരു നാഥൻ എന്നൊക്കെ പറഞ്ഞ് അവര് ഉറക്കെ കരയാൻ തുടങ്ങി. നൈവം വേദ മഹാഭാഗ ഭവാൻ കാമവശങ്കത തേജോനുഭാവം സീതായ ഏന നീതോ ദശാമിമാം. അങ്ങ് മഹാഭാഗ്യമുള്ള ആളായിരുന്നു. അങ്ങക്ക് പക്ഷെ കാമാധീനനായി എത്രയോ സ്ത്രീകൾ അങ്ങക്ക് അധീനങ്ങളായിരിക്കെ അങ്ങേ സീതയിൽ ആസക്തി ഉണ്ടായത് മഹാകഷ്ടമായി പോയി. അതാണ് അവര് പറയണത്. എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു അങ്ങേക്ക് അധീനമായിട്ട്, പിന്നെ എന്തിനാണ് ആ സീതയിൽ അങ്ങേക്ക് ആസക്തി വന്നത്? അതുകൊണ്ടല്ലേ ഈ കഷ്ടങ്ങളൊക്കെ ഉണ്ടായത്. കാമത്തിന് അധീനനായ ഭവാൻ സീതയുടെ ശക്തിയും പ്രഭാവവും ഇത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. ആ സീതാദേവിയുടെ അത്രയും പതിവ്രതയായ ആ സീതാദേവിയുടെ തേജസ്സും പ്രഭാവവും നിമിത്തമാണ് അങ്ങക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നത് എന്ന് അവര് പറയുന്നു. കൃതൈഷാവിധവാലങ്ക വയം ച കുലനന്ദന ദേഹകൃതോന്നം ഗൃധ്രാണാം ആത്മാ നരകഹേതവേ. കുലനന്ദന, കുലത്തെ സന്തോഷിപ്പിക്കുന്ന പ്രഭോ, വയം ഏഷാ ലങ്കാച്ച, ഞങ്ങളും ഈ ലങ്കയും വിധവാകൃത, വിധവകളാക്കി ചെയ്യപ്പെട്ടു. ദേഹ ശരീരം, ഗൃധ്രാണാം ഗൃധ്രങ്ങൾക്ക്, അന്നം കൃത അന്നമാക്കി ചെയ്യപ്പെട്ടു. ആത്മാ ജീവൻ, നരകഹേതവേ നരകത്തിനായിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ടു. രാക്ഷസകുലമുഖനായ അങ്ങയുടെ ഈ പ്രവൃത്തി തീരെ അനുചിതമായി പോയി. ആ സീതയെ ഇങ്ങനെ കാമിച്ച്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കഷ്ടം അങ്ങേക്ക് നേരിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല ഈ ലങ്കാപുരിയും വിധവയായി ഭവിച്ചുള്ളൂ. ഞങ്ങളും ലങ്കാപുരിയും വിധവകളായി ഭവിച്ചു എന്നാണ് അവര് പറയുന്നത്. അങ്ങയുടെ ശരീരം കഴുകന്മാർക്ക് ആഹാരമായി തീർന്നു. അങ്ങയുടെ ആത്മാവ് നരകത്തിൽ വീഴാൻ കാരണമായി അങ്ങയുടെ ഈ ദുഷ്പ്രവൃത്തി കാരണം എന്ന് പറഞ്ഞ് അവരിതാ ഉറക്കെ കരയുന്നു. ശ്രീശുക ഉവാച സ്വാനാം വിഭീഷണശ്ചക്രേ കോസലേന്ദ്രാനുമോദിത പിതൃമേധവിധാനേന യദുക്തം സാമ്പരായികം. കോസലേന്ദ്ര അനുമോദിത, കോസലങ്ങളുടെ അധിപനാൽ അനുമോദിക്കപ്പെട്ടിരിക്കുന്ന വിഭീഷണൻ സ്വാനാം സ്വജനങ്ങളുടെ സാമ്പരായകം യത് ഉക്തം ഊർധ്വലോക പ്രാപ്തിക്ക് ഉപകരിക്കുന്നതായി യാതൊന്ന് പറയപ്പെട്ടിരിക്കുന്നുവോ പിതൃമേധവിധാനേന പിതൃക്രിയാനുഷ്ഠാനത്താൽ അത് ചക്രേ അതിനെ ചെയ്തു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഇനി ഇവർക്കൊക്കെ പിതൃകർമ്മങ്ങൾ ചെയ്യണം. അതിനാരാ? രാവണന്റെ അനുജനായിട്ടുള്ള ആ വിഭീഷണൻ. അദ്ദേഹം ഇതിലൊന്നും ഉൾപ്പെട്ട ആളല്ല. ഭഗവാന്റെ ശ്രീരാമചന്ദ്രന്റെ ഭക്തനായിട്ട് ഓരോരോ സമയത്തും അദ്ദേഹം രാവണനെ ഉപദേശിച്ചിരുന്നു, ഇങ്ങനെയൊന്നും ചെയ്യരുത്,
ആ സീതാദേവിയെ തിരിച്ചു കൊടുത്തോളൂ, ഏതായാലും കൊണ്ടുവന്നു. രാമചന്ദ്രനോട് യുദ്ധം ചെയ്താൽ ജയിക്കാൻ സാധിക്കില്ല, ഇങ്ങനെ പലതും പറഞ്ഞ് അദ്ദേഹം രാവണനോട് പറഞ്ഞിരുന്നു. അതൊന്നും ചെവിക്കൊണ്ടില്ല രാവണൻ. ശ്രീരാമന്റെ പക്ഷം ആയല്ലോ വിഭീഷണൻ. വിഭീഷണനെ വധിച്ചില്ല അത് കാരണം രാമചന്ദ്ര പ്രഭു. അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് എല്ലാവർക്കും പുണ്യലോകം ലഭിക്കാൻ ഉപകരിക്കുന്ന ആ പിതൃകർമ്മങ്ങള് എല്ലാം ചെയ്യണം, വിഭീഷണൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിഭീഷണൻ അതെല്ലാം ചെയ്തു. തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സ്വവിരഹവ്യാധിം ശംശപാമൂലമാസ്ഥിതാം. തഥാ ഭഗവാൻ, അനന്തരം ഭഗവാൻ അശോകവനികാശ്രമേ, അശോകവനികയിലുള്ള ആശ്രമത്തിൽ സ്വവിരഹവ്യാധിയും, തന്റെ വിരഹത്താൽ വ്യാധിയോടുകൂടിയും, ക്ഷാമാം കൃശഗാത്രിയായും, ശിംശപാമൂലം ആസ്ഥിതാം ശിംശപാമൂലത്തിൽ സ്ഥിതയായും ഇരിക്കുന്ന ദേവിയും ദദർശ, ദേവിയെ ദർശിച്ചു. പിന്നെതാ ഭഗവാൻ ആ സീതാദേവി ഇരിക്കുന്ന ആ ശിംശപാവൃക്ഷത്തിന്റെ സമീപത്തേക്ക് ചെല്ലണു. അശോകവനികയിലുള്ള ആ ആശ്രമത്തിലെ ആ ശിംശപാവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന സീതാദേവിയെ കണ്ടു ഭഗവാൻ. സീതാദേവി രാമചന്ദ്രനെ കണ്ടപ്പോഴുള്ള ആ സന്തോഷം കൊണ്ട്, തന്റെ വേർപാട് നിമിത്തം നേരിട്ട ആ ഹൃദയവ്യഥി കൊണ്ടിങ്ങനെ കൃശാംഗിയായിരിക്കുന്ന ആ സീതാദേവിയെ അങ്ങനെ കാണാണ്. രണ്ടുപേരും പരസ്പരം അങ്ങനെ നോക്കുന്നു. സീതാദേവി അതാ പൊട്ടിക്കരയണു, സന്തോഷാശ്രുക്കള് നിറയുന്നു ദേവിയുടെ കണ്ണുകളില്. അങ്ങനെ രാമൻ പ്രിയതമയായ ഭാര്യയും കൊണ്ട് പുഷ്പക വിമാനത്തില് അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്ന കഥ നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.